ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ഒരു കസ്റ്റമർ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഒരു R15 വേർഷൻ 3 BS4 16,155 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ കസ്റ്റമർ റിവ്യൂ ആണ്. അപ്പോൾ ഈ വണ്ടി എൻ്റെ വീട്ടിലുള്ള തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ എൻ്റെ അനിയനാണ്. അപ്പം അവന് ഇതിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ പറയാം. വണ്ടി ഇപ്പോഴും 1 വർഷം കഴിഞ്ഞു, ഇപ്പോഴും പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കഴുകിയിട്ടില്ല, അല്ലെങ്കിൽ നല്ല എന്നെക്കാരും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ മഴ കാരണം അങ്ങനെ കഴുകാറൊന്നുമില്ല. ഈ വണ്ടി എടുത്ത് ട്രിവാൻഡ്രത്തുള്ള ആറ്റിങ്ങിലുള്ള സ്ട്രേയ മോട്ടോഴ്സിൽ നിന്നാണ്. സർവീസൊക്കെ അവിടെ അടിപൊളിയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിന് 2 കംപ്ലൈൻറ്റാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കംപ്ലൈൻറ്റ് ഞാൻ പറയാം. ഈ വീഡിയോയിൽ ഞാൻ മൊത്തത്തെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി, അത് മനസ്സിലാവും. ഇതാണ് ഫസ്റ്റ് കംപ്ലൈൻറ്റ്. പൊരിഞ്ഞിളവുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇളവ് തീരാറായി, റൈറ്റ് സൈഡിൽ ഇളവെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ മീറ്ററിൻ്റെ ഗ്ലാസ് മാറിയതാണ്. ഫസ്റ്റിൽ കുറച്ച് 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴേ വെയിൽ വെച്ചപ്പോൾ അതെല്ലാം പൊട്ടി മാറിപ്പോയി. അതിന് ശേഷം ഇതുവരെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ അനിയൻ്റെ പേരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത് വണ്ടിയിൽ. വണ്ടി എൻജിൻ ക്വാളിറ്റിയൊക്കെ പക്കയാണ് കേട്ടോ. വണ്ടി ഈ ഇൻഡിക്കേറ്റർ നമ്മൾ മാറ്റിയതാണ് കേട്ടോ, കസ്റ്റമൈസ്ഡാണ്. 16,000 കിലോമീറ്റർ ഓടിയും ടയറിനൊന്നും വലിയ കണക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഒരു 15,000 കിലോമീറ്ററോടെ ഓടുമെന്നുള്ള മട്ടിലാണ് ടയറിൻ്റെ അടുത്ത്. ടയറിലാകുമ്പോൾ അടിപൊളിയാണ്, LED ആണ് ഫ്രണ്ടും ബാക്കും. ഫ്രണ്ട് ടയറും ഇനി ഒരു 20,000 എന്തായാലും 20,000 കിലോമീറ്റർ എന്തായാലും ഫ്രണ്ട് ടയർ ഓടും. ഡൈവറുടെ ബ്രേക്ക് സിസ്റ്റമാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ ബ്രേക്ക് പെണ്ണിന് വില കുറവാണ് കേട്ടോ. ഇതിൻ്റെ അകത്താണ് കൂളൻ്റ് അടിക്കുന്നത്. വാട്ടർ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഒരു വാട്ടർ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത് V3യിൽ. ഇത് നമ്മൾ FCയിലൊക്കെ വരുന്നതാണ്. സ്പ്രിംഗ് ടൈപ്പും ബാക്കിലത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുമാണ്. ട്രസ്റ്റ് മിസ്സിൻ്റെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബ്രാക്ക് പാഡാണ് ബ്രാക്കിൽ വരുന്നത്. 900 രൂപ ബ്രാക്ക് പാഡിന് വില ഉണ്ട്. നല്ല വിലയാണ്. ഇടയ്ക്ക് 10,000 തീരും. ഈ ലോക്ക് ഇളക്കിയാൽ നമുക്ക് ബാക്ക് സീറ്റ് തുറക്കാം. ഞാൻ നേരത്തെ കാണിച്ചതാണ്. വണ്ടി അസാധ്യ പെർഫോമൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല.